ഹായ് എവരിവൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കായാലും നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു അര കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നോർമൽ ഓട്സാണ് എടുത്തിട്ടുള്ളത്. റോൾഡ് ഓട്സ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിലേക്ക് ഞാൻ അല്പം ബദാം ചേർത്തിട്ടുണ്ട്. ഒരു 4 ബദാമും അതുപോലെ 2 കുരുകളഞ്ഞിട്ടുള്ള ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം ചിയ സീഡ് അല്പം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അതുകൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഫ്ലാക്സ് സീഡും ചിയ സീഡും ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. ചിയ സീഡ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് വിശക്കില്ല. അതുപോലെ തന്നെ ഹൈ ഫൈബറും പ്രോട്ടീൻ കണ്ടന്റും കൂടുതലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാലിന് പകരം കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ഇതിനെ ഒരു 10 മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മൂത്തി കൺസിസ്റ്റൻസിയിൽ ആയിട്ട് കിട്ടും. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുപഴവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ ഒരു സ്മൂത്തി നമ്മൾ ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഏകദേശം 1 മാസത്തോളം അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ ഉണ്ടാകുന്നൊരു ചേഞ്ചസ് വിസിബിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർക്കേണ്ട ആവശ്യമില്ല. തണുപ്പില്ലാതെ ഈ സ്മൂത്തീസൊക്കെ കുടിക്കുമ്പോഴാണ് വെയിറ്റ് ലോസിന് പെട്ടെന്നൊരു എഫക്റ്റ് ഉണ്ടാവുക. അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം സിന്നമൺ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുവപ്പട്ട പൊടിച്ചതാണ്. സിന്നമൺ പൗഡർ നമ്മുടെ വെയിറ്റ് ലോസിനെ ഫാസ്റ്റായിട്ട് ബൂസ്റ്റ് ചെയ്യും. അതുമാത്രമല്ല സിന്നമൺ പൗഡറിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പോർസൊക്കെ ക്ലിയർ ചെയ്യാനും മുഖക്കുരുവൊക്കെ വന്നിട്ടുള്ള ആ ഒരു പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ സിന്നമൺ പൗഡർ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.